നബിദിനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ നബിദിനത്തിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. നബിദിനം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയ പോക്കാണ് കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ അതാ വീഡിയോസൊക്കെ തന്നെ ഇരിപ്പായി. പിന്നെ കുറച്ച് തിരക്കി പെട്ടോണ്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ ലേറ്റ് ആയത്. അതിന് പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല കേട്ടോ പ്രാവശ്യം. ഉള്ളത് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ നേരത്തെ തന്നെ 6 മണിക്ക് മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. പിന്നെ അവിടെ ഉണ്ണപ്പം ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മൈലാഞ്ചിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു പൂതി പൊട്ടതാണ്. എനിക്ക് പെരുന്നാളായാലും നബിദിനായാലും മൈലാഞ്ചി കിടന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ആകും കൊലയൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് മദ്രസയിൽ നിന്ന്. ഇവർ റാലിക്ക് പോയി വരുമ്പോൾ 2-3 മദ്രസയിൽ നിന്നായിട്ട് ഇതുപോലെ ചീരനൊക്കെ കൊണ്ടു കേട്ടോ. ഒരു മദ്രസയിൽ നിന്ന് കട്ട്ലേറ്റാണ് കേട്ടോ കിട്ടി. അപ്പോൾ അത് കിട്ടിയതിൻ്റെ കഥകളും പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാൻ കേട്ടോ ചെറിയ ആൾ. മറ്റൊരു 2 ആളും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അവനക്ക് കിട്ടിയ മിഠായിയൊക്കെ കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശ ഉണ്ടാക്കാൻ നിന്ന്. ഇത് നമ്മുടെ സാധാ ദോശമാവാണ് കേട്ടോ. ഇതിൽ ബീട്രൂട്ട് അരച്ച് ചേർത്തോണ്ടാണ് ഈ ഒരു കളറ്. കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടി കൂട്ടും. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാട്ടി കൂട്ടിയാലാട്ടോ അവർ തിന്നുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ദോശയൊക്കെ സൈഡിൽ ഇങ്ങനെ ചുട്ടേക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. റാലി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതിന് നമ്മൾ റോട്ടിക്കൊന്ന് ഇറങ്ങി നിന്നപ്പോൾ നമുക്കും മുട്ടായി കിട്ടി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരെ ദഫും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ശരിക്കും കാണാനൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇങ്ങനെ നല്ലോണം സൂം ചെയ്തിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിന് അവിടുന്ന് പപ്സ കിട്ടി തോന്നുന്നുണ്ട് കേട്ടോ. മോനെ എടുത്ത് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഡും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ രാത്രിയാണ് ഇപ്പം നമ്മൾ പോയോണ്ടിരിക്കുന്നത്. കുട്ടികളെ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മദ്രസയിൽ കുട്ടികൾ പരിപാടികളൊക്കെ എടുത്തിട്ടുണ്ട്, പാട്ടും സ്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. ഞങ്ങൾ മദ്രസയുടെ അടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കേട്ടോ പരിപാടികളൊക്കെ. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് തന്നെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് തന്നെ അതാ കുട്ടികളെ സ്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നബിദിനത്തിൻ്റെ ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് തന്നെ നബിദിനം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഭയങ്കര തിരക്കായി പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം നബിദിനത്തിന് കേക്ക് ഓർഡേഴ്സ് ഒന്നും എടുത്തില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വകയായിട്ട് മിനി ഡ്രീം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. അങ്ങനെ കുട്ടികളുടെ പരിപാടി ഓരോന്നിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുലർച്ചെ 4 മണി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2 ദിവസങ്ങളിലായിട്ടായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒറ്റ ദിവസം കൊണ്ട് തീർത്തുകൊണ്ട് തന്നെ നല്ലോണം ലേറ്റായിട്ടാണ് കേട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ നബിദിനം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.